കുഞ്ഞു പെങ്ങളെ കല്യാണം പന്തലൊരുങ്ങി നല്ലോണം ഒപ്പന പാട്ടും കൊട്ടി രസിച്ചൊരു നല്ലൊരു കല്യാണം. ശരിക്കും ചക്കരെ മിസ് ചെയ്യുന്നുണ്ടോ? മിസ് ചെയ്യുന്നുണ്ടോ വെച്ചാൽ മിസ് ചെയ്യാതിരിക്കില്ലല്ലോ. മിസ്സിങ് എന്തായാലും മിസ്സിങ് തന്നെയാണ്. കാരണം ചെറുപ്പം മുതലേ ഒരുമിച്ച് ഉണ്ടാകുന്ന ആളുകളല്ലേ. പിന്നെ നല്ല മിസ്സിങ് തന്നെ. പിന്നെ ഒന്നാമത് അത്യാവശ്യം ദൂരത്തിലോട്ടാണല്ലോ, നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു സ്ഥലമാണല്ലോ, അതായത് യാത്രകൾ. അപ്പം അതിൻ്റെയൊക്കെ അതൊന്ന് റിക്കവറായി വരണേ കുറച്ച് ടൈം എടുക്കും. പിന്നെ അതേപോലെ ചക്കര പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് വാപ്പയുടെ സ്ഥാനത്ത്, എൻ്റെ ചേട്ടൻ എന്ന് പറയുന്ന വാപ്പയുടെ സ്ഥാനമാണ്. അപ്പം അത്രയും അങ്ങനെ കണ്ടുകൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. ലവ് മാരേജ് അത് അക്സെപ്റ്റ് ചെയ്തു അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് പറഞ്ഞതാ. അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു ഇത്രയും ദൂരം ഉള്ളത് കൊണ്ട് നടത്തി കൊടുക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും അവർ സ്റ്റിൽ വെയിറ്റ് ചെയ്യുമെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം ആദ്യം ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നോ? അല്ല, ഒരിക്കലും ഇല്ല. കാരണം മൂത്ത സിസ്റ്റർ ഓൾറെഡി ദൂരത്തോട്ടാണ് പോയിട്ടുള്ളത്. അതായത് തമിഴ്നാട്ടിലോട്ടാണ് മൂത്ത സിസ്റ്റർ കല്യാണം കഴിച്ചത്. അപ്പോൾ രണ്ടാമത്തോളെങ്കിലും എടുത്തോട്ട് കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു. പിന്നെ നമ്മൾ ആദ്യമൊക്കെ കുറേ സ്ട്രഗിൾ ചെയ്തു, പരമാവധി പിന്തിരിപ്പിക്കാൻ നോക്കി, ഫോണൊക്കെ എറിഞ്ഞ് പൊട്ടിച്ച്. പിന്നെ ഒരുവിധം ലാസ്റ്റ് പിന്നെ അവള് നമ്മളെന്താ വെച്ചാൽ ഒറ്റ കാരോട് മിണ്ടാതായി. അങ്ങനെ ഇതായപ്പോൾ പിന്നെ അവളെടുത്ത ബന്ധമാണല്ലോ, തീരുമാനിച്ചാണല്ലോ. അപ്പോൾ പിന്നെ അതിനനുസരിച്ച് നിന്നോർത്തു എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ശരിക്കും നമുക്ക് ആ സ്നേഹം മനസ്സിലാക്കാൻ പറ്റും. കാരണം കെയറിങ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് കാണാൻ വന്നിട്ടുണ്ട്. അപ്പം ഇത് തന്നെ ഒരു വലിയൊരു ആൻസറാണ്. സ്നേഹമില്ലാന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് ഇതൊരു മറ്റൊരു മറുപടിയാണ് അല്ലേ. അപ്പം ശരിക്കും എന്താണ് മിസ് ചെയ്യുന്നുണ്ട് ചക്കരനെ? നിങ്ങളെല്ലാം ഫ്രണ്ട്ലി ആയിരുന്നു? യൂട്യൂബ് ഇത്രയും വളർന്ന് കുറച്ചൊക്കെ എന്താ എല്ലാവരും അറിയപ്പെടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഭയങ്കര സന്തോഷം. നമ്മൾ എവിടെ പോയാലും ഇല്ല, ഒറ്റപ്പെടൂല, എല്ലാവരും അറിയുന്നുണ്ട്. അല്ല, അത് ഒരു ഫാമിലിയുള്ള എല്ലാവരും യൂട്യൂബേഴ്സാന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു വലിയ കാര്യമാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അടുത്ത ചക്കരുടെ യൂട്യൂബേഴ്സായി മൊത്തത്തിൽ എന്താ വെച്ചാൽ അത് വലിയൊരു കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലിപ്പോൾ ഉമ്മാക്കൊക്കെ ഇരുന്നിട്ട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പങ്കിടാം. അത് പിന്നെ എത്ര ദൂരത്താണെങ്കിൽ പോലും ഇവിടെ എന്താ നടക്കണമെങ്കിൽ ചെറിയ കാര്യങ്ങൾ പോലും അവിടെ ഇരുന്ന് കാണാൻ കഴിയും. മറ്റേത് ഫോൺ വിളിച്ച് പറയണ്ടേ, ഇത് വിഷ്വൽ രൂപത്തിൽ കാണാൻ കഴിയും. അത് നല്ലൊരു സംഭവമാണ്. വാപ്പയുടെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ചെറുതായിട്ടൊക്കെ കുഴപ്പമില്ല, വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവര് കിട്ടിയ ഒരു അളിയനും ഒരു യൂട്യൂബറാണ്. അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അപ്പൊ തുടക്കാവട്ടെ, നല്ല രീതിക്ക് എന്തായാലും മുന്നോട്ട് പോകും, അത്രേ പറയാനുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് എന്നുള്ള ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നല്ലതിനും പറ്റും ചീത്തതിനും പറ്റും. നമ്മളത് ഉപയോഗിക്കുന്ന മാതിരിയാണ്. അപ്പോൾ നല്ല രീതിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആളുകൾ അക്സെപ്റ്റ് ചെയ്യും. എന്നാലും തുടക്കമല്ലേ. ഇതില് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് എന്താ യാത്ര ചേച്ചിയോട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഓൾറെഡി 10 മിനിറ്റ് ഒക്കെ കാണുന്ന, അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡ് മാത്രമാണ് നീ ഇവർ കാണുന്നത്, ഞാൻ യാത്ര ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ആൾക്കാർ ചോദിക്കുന്നുണ്ടല്ലോ കമൻറ്റ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? യാത്ര ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇറങ്ങുമ്പോൾ. അല്ല, കുറേ പേരുടെ സംശയമാണ്. അതിപ്പോൾ നമ്മൾ ഒരു 10 മിനിറ്റിലെ വീഡിയോയിലല്ലോ ഒരിക്കലും നമ്മൾ വിലയിരുത്തേണ്ടത്. അവിടെ വീഡിയോയിൽ പെടാത്ത ഒരുപാട് സംഭവം ഉണ്ടാവും. ആളുകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ ആ 10 മിനിറ്റ് ആളുകൾ കാണുന്നുള്ളൂ. നടക്കാത്ത ഒരുപാട് സംഭവങ്ങളും ഉണ്ട്. നൗഫലിക്ക് പാടിയൊരു പാട്ട് ഭയങ്കര വൈറലായിട്ടുണ്ടത്. അതിന്റെ 2 വരെ ഒന്ന് പാടോ? ജസ്റ്റ് ഒരു സോങ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ ഒരുപാട് സോങ് പാടിയിട്ടുണ്ട്. റീസെന്റ് ഇറങ്ങിയത്. ഇപ്പൊ ചക്കരക്ക് വേണ്ടി. അതെ, അത് തന്നെ. അതാണോ? ഞാൻ പുള്ളിക്കാരിയോട് ഇന്നലെ പാടാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഇക്ക പാടി വെച്ചൊരു പാട്ട് ഞാനായിട്ട് കൊളാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമുക്ക് ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് അത് 2 വരെ അത്രേ ഉള്ളൂ. ഞാനത് ഒരു മെലഡി സോങ് അതിപ്പോ പാടി നമ്മളെ മൂഡ് പോകില്ല. ഇത് എൻജോയ് ചെയ്യാനുള്ള ഒരു മൂഡാണ് ഇപ്പൊ. അപ്പൊ എന്തായാലും 2 വരി പാടും. കുഞ്ഞു പെങ്ങളെ കല്യാണം പന്തലൊരുങ്ങി നല്ലോണം ഒപ്പന പാട്ടും കൊട്ടി രസിച്ചൊരു നല്ലൊരു കല്യാണം. സംഭവം ആ വരികൾ അങ്ങനെയല്ല. വരികൾ എന്താന്ന് വെച്ചാൽ ഫോണിലുള്ളത്. വേറെ സാധനം പറഞ്ഞുതരാം. ഇക്കാന്റെ ചക്കരയല്ലേ കുസൃതികളേറെ നിറഞ്ഞൊരു മുല്ലേ, സന്തോഷത്താലെ പാടാം കല്യാണ പാട്ട്. പെണ്ണെ നിൻ കളിച്ചിരി കാണാൻ എന്തൊരു രസമാ പവിഴക്കല്ലേ, ഭാവിയുടെ പിരിശപ്പൂവിൽ പാടാം ഒരു പാട്ട്. ഫൈസൽ ഉപ്പാന്റെ കനിയെ ഹാജിറ ഉമ്മാക്കും നിധിയെ ആരും നോക്കണ പിരിശപ്പൂവിൽ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതുപോലെ ഹാപ്പി ആയിട്ട് അങ്ങ് പോവാ. ഇനി ഒരുപാട് വ്ളോഗ്സ് വരാം. ഞങ്ങളും കാണാൻ വെയിറ്റിംഗ് ആണ്. ഓക്കെ.